വിവാഹം എന്നത് നമ്മുടെ എല്ലാവരും തന്നെ വലിയൊരു സ്വപ്നമാണല്ലേ. പക്ഷെ മിക്ക ആൾക്കാർക്ക് ഒരു പ്ലാൻ ഉണ്ടാവില്ല. ഈവൻ ചില ആളുകൾ പറയും എനിക്ക് വിവാഹം കഴിക്കാനൊന്നും അങ്ങനെ താല്പര്യമില്ല എന്ന്. അപ്പം അങ്ങനെ പറയുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും അവർക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം അവർക്ക് പേടിയാണ്. അതായത് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. ഇപ്പം അവരാണെങ്കിലും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരും വിവാഹം കഴിക്കണം എന്നൊരു പോയിന്റിലേക്ക് വരും. അപ്പം ഇങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും അവർ കാര്യം മനസ്സിലാക്കുന്നത്, ഇതുവരെ ഞാനൊന്നും പ്ലാൻ ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം. കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല, അതായത് ഫൈനാൻഷ്യലി അവർ റെഡി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? അവർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഒക്കെ വിൽക്കാനായിട്ട് നോക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റിലേറ്റീവിനോട് കടം ചോദിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെയൊക്കെ ലൈഫിലൊരു പുതിയ ചാപ്റ്റർ വലിയൊരു പ്രഷറിലായിരിക്കും നമ്മളിവിടെ തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു പ്രഷർ വിവാഹം കഴിഞ്ഞതോടെ തീരുന്നില്ല. വിവാഹത്തിനൊപ്പം തന്നെ ഇത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ബൈ ടൈം പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം എന്നുള്ളതായിരിക്കും. അതായത് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെഡ്ഡിംഗ് ഡേക്കായിട്ട് റെഡി ആയിരിക്കും. ഫൈനാൻഷ്യലി നിങ്ങൾ നിങ്ങളുടെ മാരീഡ് ലൈഫിലേക്കും വേണ്ടിയിട്ടും റെഡി ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. വെഡ്ഡിംഗ് പ്ലാനിങ്ങിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. സോ ഇതിനായിട്ട് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ ഒരു പേപ്പറിലെല്ലാം നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 2 സിമ്പിൾ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ അതായത് എന്താണ് എസെൻഷ്യൽ, അതുപോലെ നൈസ് ടു ഹാവ്സ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടിലും ഒരു റഫ് കോസ്റ്റ് നിങ്ങൾ എഴുതുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ഒരു വിവാഹം നടത്തുമ്പം ഏറ്റവും അധികം ചിലവ് വരുന്ന എവിടേക്കാണ്? ജ്വല്ലറി, കാറ്ററിംഗ്, അതുപോലെ തന്നെ ഡെക്കോ, അതുപോലെ ഫോട്ടോഗ്രാഫി ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കണം. കാരണം വിവാഹത്തിന് ശേഷമാണ് ശരിക്കുള്ള നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അതായത് നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകൾ വരാൻ വേണ്ടി തുടങ്ങും. അതായത് നമുക്കൊരു വീട് വേണ്ടി വരും, നമ്മളൊരു ഫാമിലി തുടങ്ങുവാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് തിരിച്ച് അടയ്ക്കാൻ നമുക്ക് ലോണുകളൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്, അതാണ് ബഡ്ജറ്റിംഗ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആക്ച്വലി ബഡ്ജറ്റിംഗ് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചാണ് വരുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വലിയൊരു ഇൻകമുള്ളൊരു കപ്പിളാണെങ്കിലും അവർ ചിലപ്പോൾ എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വിവാഹം നടത്താനായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ആഗ്രഹം ചിലപ്പോൾ ലോകം മൊത്തം ട്രാവൽ ചെയ്യണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അവർക്കൊരു വീട് വാങ്ങണം എന്നുള്ള വേണ്ടിയിട്ട് അവരെന്താണ് സേവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതേ സമയത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വരുമാനമുള്ള ഒരു കുടുംബം വിവാഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ബഡ്ജറ്റൊക്കെ വലിച്ചു നീട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രഡീഷനൊക്കെ ഒത്തുപോകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഈ ഒരു റൂളെ പാടുള്ളൂ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു റൂൾ പറഞ്ഞുതരാം. എന്താണ് നിങ്ങളുടെ റൂൾ എന്ന് കേട്ടോ? നിങ്ങളുടെ വെഡ്ഡിംഗ് ബഡ്ജറ്റ് നിങ്ങളുടെ ആനുവൽ സാലറിയുടെ 2 ഇരട്ടിയിൽ കൂടാൻ വേണ്ടി പാടില്ല. അതായത് നിങ്ങളുടെ ആനുവൽ സാലറി ഇപ്പോൾ 5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിംഗ് ബഡ്ജറ്റ് 10 ലക്ഷം രൂപ കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ പാടില്ല. ഇനി ഞാൻ നിങ്ങളോട് ഇന്നത്തെ റിയാലിറ്റി പറയട്ടെ. ഇന്നിപ്പം ഇന്ത്യയിൽ ഒരു ആവറേജ് വെഡ്ഡിംഗ് ബഡ്ജറ്റ് വരുന്നത് ഏകദേശം ഒരു 37 ലക്ഷം രൂപയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 51 ലക്ഷം രൂപയോളൊക്കെ അത് പോകാം. ഇപ്പോൾ 2024 വെഡ്ഡിംഗ് കോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം കാറ്ററിംഗ് അതുപോലെ വെന്യൂ ഒക്കെ 10%-ലധികം കൂടിയതുകൊണ്ടാണ്. സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫണ്ട് ഓരോന്നിനായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വെഡ്ഡിംഗ് ബഡ്ജറ്റ് ഒരു 50 ലക്ഷം രൂപയാണെങ്കിൽ 20% നിങ്ങൾക്ക് വെന്യൂവിലേക്ക് മാറ്റി വെക്കാം. കാറ്ററിങ്ങിന് ഒരു 20%, ഡെക്കോ 10%, ഡ്രസ്സ് അതുപോലെ ജ്വല്ലറിക്കായിട്ട് ഒരു 25% നിങ്ങൾക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോഗ്രാഫി, മേക്കപ്പ്, ട്രാവലിനൊക്കെ ആയിട്ട് ഇവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളുടെ ബഡ്ജറ്റ് വലുതായിക്കോട്ടെ അല്ലെങ്കിൽ ചെറുതായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും കുറഞ്ഞതൊരു 10% അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എക്സ്പെൻസിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്താണ് ഇവിടെ ബഡ്ജറ്റ് ഉണ്ടാക്കി. ഇനി നമ്മുടെ ഉള്ളിൽ വരുന്ന വലിയൊരു ചോദ്യം എന്താണ്? അതായത് എങ്ങനെ നമുക്കിത് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ ആക്ച്വലി ആളുകൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാറുള്ളത്? അപ്പം നമുക്ക് ചുറ്റുമുള്ള മിക്ക കപ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹ ചെലവിൻ്റെ ഒരു 80%-ലധികം എന്താണ് അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഫാമിലി സേവിങ്സ് തന്നെയാണ് വരാറുള്ളത്. ഒരു 12% എന്താണ് ലോൺ എടുക്കാം. അതുപോലെ തന്നെ 6% എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ വിറ്റിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ എന്താണ് ഒരു വെഡ്ഡിംഗ് ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സിൽ SIP ചെയ്യുന്നതാണ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹത്തിനായിട്ട് ഒരു 5 വർഷത്തെ സമയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഒരു 8 ലക്ഷം രൂപ സേവ് ചെയ്യണമെന്നാണ്.
അപ്പോൾ ആവറേജ് ഒരു 12% റിട്ടേൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സേവിങ്സ് വരുന്നത് ഇങ്ങനെയാവും. അപ്പോൾ നമ്മുടെ മന്ത്ലി സേവിങ്സ് അനുസരിച്ച് എങ്ങനെ നമ്മുടെ കോർപ്പസ് വരും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എല്ലാ വർഷവും ഒരു 10% വെച്ച് SIP നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങളുടെ 8 ലക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു 9,70,000 അല്ലെങ്കിൽ അതിൽ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി കാര്യങ്ങളൊക്കെ കുറച്ച് സേഫ് ആവാനായിട്ട് നമുക്ക് നമ്മുടെ SIP നമുക്ക് റെക്കറിംഗ് ഡിപ്പോസിറ്റ് അതിൽ ഷോർട്ട് ടേം FD ഒക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ ടെൻഷൻ ഉള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്താണ്? ഡിസിപ്ലിൻ ആണ്. ഇനി നമുക്ക് നമ്മുടെ വെഡ്ഡിങ് എക്സ്പെൻസിലെ ഏറ്റവും വലിയ കോസ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏതാണ്? ജ്വല്ലറി, അതായത് പ്രത്യേകിച്ച് ഗോൾഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്ന ഒരു കാര്യമാണ് ഗോൾഡിന്റെ വിലയൊക്കെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ ഗോൾഡ് നോക്കാം, അതായത് ജ്വല്ലറി, കോയിൻ, ഗോൾഡ് ബാർ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. അതിലൊന്നാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്, അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് വാങ്ങുന്ന പോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ എന്താണ് ഫിസിക്കൽ ഗോൾഡ് ലഭിക്കുന്നില്ല. ഇവിടെ എന്താണ് ഒരു യൂണിറ്റ് ഗോൾഡ് ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം ഗോൾഡിന് ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇത് ഹൈ പ്യൂരിറ്റി ഫിസിക്കൽ ഗോൾഡിലേക്ക് ബാക്ക്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ഗോൾഡ് പോലെ നമുക്ക് എന്താണ് സ്റ്റോറേജ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. അതിന് പകരം ഗോൾഡ് ETF നമ്മൾ ഡിമാറ്റ് ഫോമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ റെഗുലർ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഗോൾഡ് റിലേറ്റഡ് അസറ്റ്സിലേക്കാവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതാണ് ഗോൾഡ് സേവിംഗ് സ്കീംസ് എന്നുള്ളത്. അപ്പോൾ പൊതുവെ എല്ലാ ഗോൾഡ് സേവിംഗ് സ്കീംസും റെക്കറിംഗ് ഡിപ്പോസിറ്റ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ സേവ് ചെയ്യുന്നത് ഗോൾഡ് വാങ്ങാനായിട്ടാണ്. ഇപ്പോൾ വലിയ ജ്വല്ലറികളൊക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മലബാർ ഗോൾഡ്, ജോയ് ആലുക്കാസ്, അത് തനിഷ്ക് പോലെയുള്ള ജ്വല്ലേഴ്സ് ഒക്കെ ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് അടയ്ക്കും. അപ്പോൾ ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ, പൊതുവെ ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പണം വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് സെയിം ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താ വെച്ചാൽ RDയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് RD ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് ലഭിക്കുന്നത്. അതിന് പകരം ഇവിടെ ജ്വല്ലറിക്കാർ നമുക്കൊരു ബോണസ് തരും. അതായത് ഒന്നെങ്കിൽ അവരെന്താണ് മേക്കിംഗ് ചാർജിൽ നമുക്ക് ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അവർ അടയ്ക്കും. അല്ലെങ്കിൽ ചിലരുടെ പോളിസി ഇങ്ങനെയായിരിക്കും, നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും തോറും ആ ഒരു എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഗോൾഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ മേക്കിംഗ് ചാർജ് ഡിസ്കൗണ്ടോടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. സോ ലാസ്റ്റ് ഇവിടെ നമ്മൾ അങ്ങനെ അടച്ചതിലും കൂടുതൽ എന്താണ് നമുക്ക് ഇവിടെ ഗോൾഡ് ലഭിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. GRTയുടെ ഗോൾഡ് ലെവൽ ഫ്ലെക്സി പ്ലാൻ വഴി 11 മാസത്തേക്ക് നമ്മൾ പണം നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് 11 മാസം കഴിയുമ്പോൾ നമുക്ക് ജ്വല്ലറി നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും, അതായത് 18% വരെ മേക്കിംഗ് ചാർജ് ഇല്ലാതെ. സോ ഇതുവരെ നമ്മൾ സംസാരിച്ച് പ്ലാൻ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചായിരുന്നു അല്ലേ. ഇനിയിപ്പം കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ മിക്ക ആളുകളും ലാസ്റ്റ് മിനിറ്റ് ഓപ്ഷൻസിലേക്കാണ് എത്താറുള്ളത്. അതായത് പേഴ്സണൽ ലോൺ അവരെടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്ഥലമൊക്കെ വിൽക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ വിറ്റിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ MNPL സ്കീംസ് എടുക്കാം, അതായത് മാരേജ് നോ പേ ലേറ്റർ സ്കീംസ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കി വിവാഹം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാവും വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ എടുത്ത പൈസയ്ക്ക് എന്താണ് നമ്മൾ എന്തായാലും ഇവിടെ തിരിച്ചടച്ചേ പറ്റുള്ളൂ. അപ്പോൾ എത്ര ശ്രമിച്ചാലും അത് നടക്കണമെന്ന് വരില്ല, കാരണം നമുക്ക് എന്താണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പല എമർജൻസീസും വരാം. സോ ഇതുപോലെ എങ്ങാനും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കട എടുക്കണം എന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചും റീപേയ്മെന്റ് ടേംസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഫീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇവിടെ കട എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഹൈ ഇൻട്രസ്റ്റ് പേഴ്സണൽ ലോൺസ് നിങ്ങൾ എടുക്കാവുള്ളൂ. മാക്സിമം നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കണം. പിന്നെ ഒരിക്കലും നിങ്ങളുടെ എമർജൻസി ഫണ്ടോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് പോലത്തെ ലോങ് ടേം സേവിങ്സ് നിങ്ങൾ ഇവിടത്തേക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരും, പക്ഷേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പീസ് ഓഫ് മൈൻഡോ അത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് വേണ്ടതാണ്. ഇനി നിങ്ങളുടെ വിവാഹമൊക്കെ കളറാക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് വെഡ്ഡിംഗ് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ വെണ്ടർ കറക്റ്റ് ഒരു പ്രൈസ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ കോൺട്രാക്ട് ഒന്നും ഇല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ എപ്പോഴും ക്ലിയർ ടേംസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് നമുക്ക് റിപ്ലൈ തരുന്നില്ല, നമ്മുടെ കോളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ അതും ഒരു പ്രോബ്ലം ആണ് എന്നുള്ളത് നിങ്ങളോട് മനസ്സിലാക്കണം. ഇനി വിവാഹത്തിൻ്റെ അന്ന് മാത്രമല്ല, അതിന് മുന്നേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണം. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു മോശം റിവ്യൂ കണ്ടെന്ന് ഓർത്തിട്ട് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് റിവ്യൂസ് കാണുവാണെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇനി അടുത്ത് വലിയൊരു കാര്യം ഗസ്റ്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ സീറ്റിംഗ് കൂടും, ഫുഡ് കൂടും, അതുപോലെ കോസ്റ്റും കൂടും. കാറ്ററിങ്ങിന് മാത്രം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 2500 മുതൽ 6000 രൂപ വരെയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ടായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ മാത്രം ക്ഷണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫാമിലി പ്രഷറിൽ നിങ്ങൾ ഒരുപാട് ആളുകളെ വിളിക്കരുത്.
അപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ പാരൻസ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റ് ഉള്ളവരെ മാത്രം നിങ്ങൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം നിങ്ങളുടെ സ്പെൻഡിങ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബഡ്ജറ്റ് ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെഡിങ് എക്സ്പെൻസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കറക്റ്റ് നമ്പേഴ്സ് നമ്മൾ കാണുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ചിലവ് ചുരുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഓഫ് സീസണിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ DIY നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം, പ്രത്യേകിച്ച് ഡെക്കോറൊക്കെ. ഇനി ഇൻവിറ്റേഷൻ കാർഡ് പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഡിജിറ്റൽ ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾക്ക് എടുക്കാം. ഇനി നിങ്ങളുടെ ഔട്ട്ഫിറ്റും അതുപോലെ ജ്വല്ലറി ഒക്കെ വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് റെന്റിന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ സിറ്റികളൊക്കെ നോക്കുന്നതിന് പകരം Tier 2 അല്ലെങ്കിൽ Tier 3 ടൗൺസ് നോക്കാം. അല്ലെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗ്രാമപ്രദേശത്തൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവം അടിപൊളിയാവും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി കൂടുതൽ ആൾക്കാരും ചിന്തിക്കാത്ത ഒന്നാണ് വെഡ്ഡിങ് ഇൻഷുറൻസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വന്ന്, അതായത് വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വെതർ കണ്ടീഷനൊക്കെ മോശമായിട്ട് വിവാഹം പോസ്റ്റ്പോണ്ട് ആയി അല്ലെങ്കിൽ ക്യാൻസൽ ആയാൽ വെഡ്ഡിങ് ഇൻഷുറൻസ് അത് കവർ ചെയ്തോളൂ. പക്ഷേ ഇതിലിപ്പം ഒരാൾ ഒഴിവാവുകയാണ് അല്ലെങ്കിൽ ഫാമിലി തമ്മിൽ എന്തെങ്കിലും അടിയൊക്കെ ആയിട്ടാണെങ്കിൽ അതൊന്നും ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതല്ല. സോ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് ഒക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് പ്ലാനിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനി കപ്പിൾസ് അധികം ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, അതാണ് ലീഗൽ എഗ്രിമെന്റ്സ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ താല്പര്യമുള്ള ടോപ്പിക് ആയിരിക്കില്ല, പക്ഷെ ഇത് ഉള്ള കാര്യമാണ്. ഇപ്പം 58% ജെൻസ് ഇന്ത്യൻസും വിവാഹത്തിന് മുന്നേ മണി ബൗണ്ടറീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ 41% മില്ലേനിയൽ വുമൺ റിലേഷൻഷിപ്പിലെ ഫൈനാൻഷ്യൽ ഇക്വാലിറ്റിനെ കുറിച്ച് ഓർത്ത് അവർക്ക് ടെൻഷൻ ഉണ്ട്. അപ്പം സെൻസ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പം ഇൻകം അതുപോലെ തന്നെ അസറ്റ് തമ്മിൽ വലിയ ഗ്യാപ്പ് ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രീനപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഡ്രാമ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം, ഇന്ത്യയിൽ പലയിടത്തും പ്രീനപ്സ് ലീഗലി ബൈൻഡിങ് അല്ല, ഗോവയിൽ മാത്രമാണ് ലീഗലി വാലിഡ് ആയിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ തമ്മിലൊരു പേപ്പറിലാണെങ്കിൽ പോലും പിന്നീട് പ്രശ്നം വരുമ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ആയിന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ ഡിവോഴ്സിലേക്കുള്ള പ്ലാനിങ് ഒന്നല്ല, ഇത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്താണ് പ്ലാൻ ചെയ്യാൻ മാത്രം ഗ്രോണപ്പ് ആയി എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യം പോലെ തന്നെയാണ്, നമ്മളിത് വേണ്ടി വരരുതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്തായിരുന്നല്ലോ എന്ന് ഓർത്ത് നമുക്ക് തോന്നും. സോ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ പണം സേവ് ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ അധികം ആരും സംസാരിക്കാത്ത കുറച്ച് ഏരിയ നമ്മളിന്ന് പറഞ്ഞു, ലീഗൽ എഗ്രിമെന്റ്സ് അതുപോലെ വെഡ്ഡിംഗ് ഇൻഷുറൻസും. അപ്പം ഇന്ന് പറഞ്ഞതെല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കും മുമ്പ് ഒരു ക്വാളിഫൈഡ് അഡ്വൈസറിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.